എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നീ പറഞ്ഞതെല്ലാം ശരിക്കും പറഞ്ഞതാണോന്ന് റിയു സെങ്ങോയോട് ചോദിക്കുമ്പോൾ ഒന്ന് നിശബ്ദമായിട്ടിരിക്കുന്ന സെങ്ങോ എന്തോ പറയാൻ വേണ്ടി തുനിയുന്നതും മറ്റൊരാൾ റിയുവിന്റെ പേര് വിളിക്കുന്നത് കേട്ട് ഇവര് രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ അത് റിയുവിന്റെ ഫിയാൻസി ഹേജൂൺ ആണ്. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഹേജൂൺ ഇവിടെ കാണുമ്പോൾ ആ ഒരു ഷോക്കില് നീ എന്തിവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന റിയുവിനോട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, അതുകൊണ്ട് നിന്നെ കാണാൻ വേണ്ടി വന്നതാന്ന് പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന സെങ്ങോ ഇടയിൽ കയറി നീ എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നേ, എന്നാലും എന്തുകൊണ്ട് ഈ ഒരു സമയം തന്നെ ഇവനിങ്ങനെ ചോദിക്കുന്നത് കേട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഹേജൂൺ ചോദിക്കുമ്പോൾ അത് മൈൻഡ് ആക്കാതെ വാ നമുക്ക് പോവാന്നും പറഞ്ഞ് റിയുവിന്റെ കൈയും പിടിച്ച് പോവാൻ ഒരുങ്ങുവാണ് സെങ്ങോ. അത് കണ്ട് റിയുവിന്റെ കൈ കയറി പിടിച്ച് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് നിൽക്കുവാണ് ഹേജു. ഇതും കണ്ടായിരിക്കും അങ്ങോട്ടേക്ക് ഗ്യാൻസിക്കും മീസുക്കും കൂടെ വരുന്നത്. ഗ്യാൻസിക്കിനാണെങ്കിൽ ഹേജുനെ കണ്ടതും ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. അവൻ ആ നടു റോട്ടിൽ കിടന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിത് കേട്ട് മീസുക്കാണെങ്കിൽ ആളുകളെല്ലാം കേൾക്കും, നമുക്ക് വീട്ടിൽ ചെന്ന് സോൾവ് ആക്കാന്നും പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരും. എന്നാൽ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ സാധാരണ വയലന്റ് ആകുന്ന പോലെ മീസുക്ക് പെരുമാറാതെ ഹേജുവിന്റെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുവാണ്. ഹേജുനാണെങ്കിലും ഒരു നാണോ മാനോ ഇല്ലാതെ പിന്നെയും ഭക്ഷണം ചോദിച്ചു വാങ്ങുന്നുണ്ട്. മീസുക്ക് എന്താ എത്ര കൂളായിട്ട് പെരുമാറുന്നൊരു സംശയമാണ് ഇവർക്ക്. ഇതേസമയം സെങ്ങോ ആണെങ്കിൽ ഒരു സ്വസ്ഥതയില്ലാതെ റിയുവിന്റെ വീടിന്റെ മുന്നിലൂടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നീ അകത്തേക്ക് കയറാത്തതെന്ന് ചോദിച്ച് ഇപ്പൊ അങ്ങോട്ടേക്ക് മോയമും വരുന്നുണ്ട്. ആ മോയമിനോട് ഹേജൂൺ വന്ന കാര്യം സെങ്ങോ അറിയിക്കും. അത് കേട്ടതും അവനെ ഞാൻ ഇന്നെ കൈകൊണ്ട് തീർക്കുമെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ് അവള്. ഇവിടെ വീടിനകത്താണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വിചാരണയിലാണ്. ഞാൻ കേട്ടതനുസരിച്ച് റിയു ആണ് നിന്നെ ചതിച്ചത് അല്ലെ എന്ന് മീസുക്ക് ഹേജൂണിനോട് ചോദിക്കുമ്പോൾ റിയു എന്നെ ചീറ്റ് ചെയ്യാനോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇനി നീ ഞാൻ അറിയാതെ എങ്ങാനും എന്ന് റിയുവിന് ഡൗട്ട് അടിക്കുമ്പോൾ അപ്പൊ അവളല്ല ചീറ്റ് ചെയ്തെങ്കിൽ അപ്പൊ അത് നീയാണോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അതെന്റെ തെറ്റാ. എൻഗേജ്മെന്റ് മുടങ്ങിയതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം. എന്റെ മോളാണോ ചീറ്റ് ചെയ്തതെന്നുള്ള സംശയം തീർക്കാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ സംഭവം അതല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ തീർക്കൂടാന്നും പറഞ്ഞ് ഹേജുവിനെ തല്ലാൻ വേണ്ടി ഓടിച്ചിട്ടോണ്ടിരിക്കുവാണ് മീസുക്ക്. ഒരു കണക്കിനാണ് എല്ലാവരും കൂടെ പിടിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്നും പറഞ്ഞാണ് ഹേജു നിൽക്കുന്നത്. ഒരു കണക്കിന് റിയു അവനെയും വിളിച്ച് അവിടെ നിന്ന് പോകും. ഇവിടെ സെങ്ങോയും മോയും കൂടെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഹേജുവിന്റെ കണ്ട് ഒന്ന് കൊടുക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യം മോയമിനുണ്ട്. അതിനിടയിൽ സെങ്ങോയും പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എടാ, നിനക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാനുള്ള പൂർണ്ണ റൈറ്റ്സ് ഉണ്ട്. അവളുടെ അമ്മയുടെ ഫ്രണ്ടിന്റെ മോനാ നീ, അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. നീ ഓൾറെഡി കുറെ നാള് വേസ്റ്റ് ചെയ്തു, നിധി കിട്ടുന്നത് വരെ നമ്മൾ കുഴിച്ചുകൊണ്ടേ ഇരിക്കണമെന്നൊക്കെ ഇവളിങ്ങനെ പറയുന്നത് കേട്ട് എന്തോ ഒരു സംശയം തോന്നി. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയോന്ന് ചോദിക്കുവാണ് സെങ്ങോ. അത് കേട്ട് തനിക്ക് അതൊക്കെ മുന്നേ അറിയാന്നുള്ള കാര്യം മോയം പറയും. എന്തായാലും നിനക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഞാനുണ്ടെന്ന് അറിയിക്കുവാണ് അവള്. റിയു ആണെങ്കിൽ മീസുക്കിന്റെ കണ്ണിപ്പെടാതെ ഹേജുനെ മാറ്റി നിർത്തി ഇപ്പൊ എന്തിനാ വന്നേ, എന്റെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് തല്ലുകൊണ്ട് ചാവാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചാവാനല്ല, ഞാൻ ജീവിക്കാൻ വേണ്ടിയാ വന്നത് നിന്റെ കൂടെ. എനിക്ക് നീ ഇല്ലാതെ പറ്റൂന്ന് തോന്നുന്നില്ല, എനിക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ്, ഞാൻ ഒന്നുകൂടെ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ നമ്മൾ കുറെ നാൾ ഒരുമിച്ചുണ്ടായിരുന്നതല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, അല്ലാതെ നിനക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, ഇനി തിരിച്ചു വരരുതെന്നും അവൾ മുഖത്തടിച്ച പോലെ പറയും. എന്നിട്ട് അവൾ നേരെ പോകുന്നത് മോയമിന്റെ വീട്ടിലോട്ടാണ്. ഹേജുവിനെ ഇനി ഇവൾക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മോയം റിയുവിനോടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഹേജുവിനെ കുറിച്ച് ഇവര് തമ്മിൽ സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ചോദിക്കും. അതായത് തനിക്ക് അവൻ ഇപ്പോഴും ഇഷ്ടമാണെന്ന് റിയു മോയത്തിനോട് പറഞ്ഞതും അത് കേട്ടോണ്ട് സെങ്ങോ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ സെങ്ങോ അവിടെ നിന്ന് പോയതിനു ശേഷം അവര് തമ്മിൽ സംസാരിച്ച കാര്യം നമ്മൾ കേട്ടിട്ടില്ല. എനിക്കിപ്പോഴും അവന് ഇഷ്ടമാണെന്ന് റിയു പറയുന്നത് കേട്ട് നിനക്കിപ്പോഴും അവന് ഇഷ്ടമാണോ എന്ന സംശയത്തിൽ അന്ന് മോയം തിരക്കിയപ്പോൾ എനിക്ക് അയാളുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ചില റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ അയാളെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാണ് റിയു യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ അന്ന് പറഞ്ഞ കാര്യത്തില് ഇപ്പൊ അവനെ വീണ്ടും കണ്ടപ്പോ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോന്ന് തിരക്കുന്ന മോയത്തിനോട് എല്ലാത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് റിയു പറയും. പക്ഷെ മോയത്തിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിൽ എന്തോന്ന് അലട്ടുന്നുണ്ട്. സെങ് ഇപ്പോഴും ആ ഷോപ്പിന്റെ മുന്നിലിരുന്ന് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടേയിരിക്കുവാണ്. അവന്റെ ടേബിളിൽ നോക്കുമ്പോൾ അറിയാം അവൻ കുടിച്ചു തീർത്തതിന്റെ കണക്ക്. ഫോണില് റിയുവിന്റെ കോണ്ടാക്റ്റും എടുത്ത് അതും നോക്കിക്കൊണ്ട് ഇവനിവിടെ കിടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് റിയു ഇതേപോലെ സെങ്ങോയുടെ നമ്പർ നോക്കിക്കൊണ്ട് കിടക്കുവാണ്. ഗ്യാൻസിക്കിനാണെങ്കിൽ ഹേജുവിനോടുള്ള ദേഷ്യം അങ്ങ് മാറിയിട്ടില്ല. രാവിലെയും അവനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചിലപ്പോൾ ഹേജുൻ തിരിച്ചു വന്നത് റിയുവിനോട് ഇപ്പോഴും ഇഷ്ടമുള്ളതുകൊണ്ടാണെങ്കിലോ, ഇന്നലെ റിയു ആണെങ്കിലും അവനെ നമ്മുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടതല്ലേ, അവർക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, അവര് തമ്മിൽ വീണ്ടും ചേരുന്നതിന് ഞാൻ ഇനി സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം ഗ്യാൻസിക്ക് പറയും. ഈ സമയം മീസുക്കിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നതും അത് കണ്ട ഉടനെ ഇവള് റിയുവിന്റെ അടുത്തേക്ക് ചെന്ന് ഇന്ന് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോന്ന് ചോദിക്കും. ഞാൻ ഒരിടം വരെ പോകാൻ വേണ്ടി നിൽക്കുവാണെന്ന് റിയു പറയുന്നത് കേട്ട് അതിനെങ്ങനെയാണോ പോകുന്നത്, നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു പോകും എന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് റിയുവിന് മനസ്സിലാകുന്നില്ല. എന്തായാലും അമ്മ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുമ്പോഴാണ് ആ പണി അവൾക്ക് മനസ്സിലാവുന്നത്. അമ്മ വീണ്ടും ഇവളെയും ഹേജുവിന്റെയും കൂടി ഒരു ഡേറ്റിന് വിടാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിപൂർവ്വം ഇങ്ങനെയെല്ലാം ചെയ്തത്. അത് വീടിന്റെ മുന്നിൽ ഹേജുവിനെ കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി. എങ്ങനെ രക്ഷപ്പെടുമെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും സൈക്കിളും കൊണ്ട് വരുന്ന സെങ്ങോ
റിയു നീ ക്ലാസ്സിന് പോകുന്നില്ലേ, ഇപ്പോഴേ ലേറ്റ് ആയെന്നും പറഞ്ഞ് ഇവൻ ഇവളെ വിളിക്കുന്നത്. കേൾക്കേണ്ട താമസം ഇവള് പോയി കയറുകയും ചെയ്യും. പോകുന്ന വഴി ഇതെന്തെന്ന് സൈക്കിളിലെന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഭൂമി വളരെ മോശം സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് ഒരു ആർക്കിടെക്ചറായ ഞാൻ ക്ലൈമറ്റ് ക്രൈസിസിനെയും കാർബൺ ന്യൂട്രാലിറ്റിയൊക്കെ കുറിച്ച് ഓർത്ത് ഒന്ന് മാറ്റി പിടിക്കാന്ന് ചിന്തിച്ചതാ. മാത്രമല്ല എന്റെ പിറകിൽ വലിയ ഭാരം ഇരിക്കുന്നതുകൊണ്ട് അതെനിക്ക് നല്ല വർക്കൗട്ട് ആവുമെന്ന് ഇവൻ പറയുന്നത് കേട്ട് നീ വിളിച്ചോണ്ടല്ലേ ഞാൻ വന്ന് കയറി എന്നും ചോദിച്ച് ദേഷ്യപ്പെടാണ് അവള്. അതൊക്കെ ഇരിക്കട്ടെ, ഇതെന്താ ഇന്നത്തെ കോലെങ്ങനെ? സത്യം പറയാലറിയോ, നിനക്ക് ഈ വേഷം ചേരുന്നില്ല. അവന്റെ കൂടെ പോകാൻ വേണ്ടി എങ്ങാനാണോ നീ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്ത് എന്നൊരു സംശയത്തില്ല ഇവൻ ചോദിക്കുമ്പോൾ അത് തന്റെ അമ്മയുടെ പരിപാടിയാണെന്നുള്ള കാര്യം ഇവൾ ഇവനോട് പറയും. അത് കേട്ട് ഇനി ആന്റി എനിക്ക് ഫുഡ് കൊണ്ടുതാ, ഞാൻ ഒന്നും കഴിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് പിറുപിറുത്തോണ്ടിരിക്കുവാണ് സെങ്ങോ. അങ്ങനെ കുറച്ചു നേരം പോകുമ്പോൾ ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് ഇന്നലെ രാത്രിത്തെ കാര്യം പറയും. ശരി, നീ ആദ്യം പറയാൻ വേണ്ടി റിയു ഇവനോട് പറയുമ്പോൾ ഇന്നലെ രാത്രി അവൻ എന്താ പറഞ്ഞ്, USA ഇത്രയും ദൂരം അവൻ വരണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും വെറുതെ ആയിരിക്കില്ല, നീയുമായിട്ട് വീണ്ടും റിലേഷൻഷിപ്പിന് വേണ്ടി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ലവേഴ്സ് ഒന്നും അല്ലായിരുന്നല്ലോ, എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതല്ലേ, ആ ഇഷ്ടമൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും പോയില്ല. ഇവൻ ഇങ്ങനെ വാ തോരാതെ പറയുന്നത് കേട്ട് അത് ഇഷ്ടപ്പെടാതിരിക്കുന്ന റിയു ആണെങ്കിൽ ഇവനെ കൊണ്ട് സൈക്കിൾ നിർത്തിപ്പിക്കും. എന്നാൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതിന്റെ ആ ഒരു ശക്തിയില് ഇവള് നേരെ പോയി ഇവന്റെ മേലിടിക്കുകയും അവന്റെ കോട്ടിൽ ഇവളുടെ ഫുൾ ബ്ലൂ പ്രിന്റ് വരികയും ചെയ്യും. ഇവളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഇവന്റെ സൈക്കിളിന് വിട്ടൊരു ചവിട്ടും കൊടുത്ത് അവിടെ നിന്ന് പോകും. ഇപ്പൊ അവിടെ നിന്ന് നേരെ ഓഫീസിലോട്ട് വരുന്ന സെങ്ങോയുടെ പിറകിലെ ഈ ഒരു അടയാളം കണ്ട് യൂൺ ഉറപ്പിക്കും അത് തേഹി തന്നെയാണെന്ന്. എന്നാൽ ആ അടയാളത്തിന്റെ സ്ട്രക്ചറും ഫൗണ്ടേഷന്റെ ഷെയ്ഡും എല്ലാം മനസ്സിലാക്കി അത് ആരുടെ മുഖമാണെന്ന് ഞായന് പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെ സ്കൂളിൽ നിന്ന് യുന്തുവിനെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുവാണ് ദാനു. എന്ന് തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ദാനു ഓഫീസിൽ നിന്ന് നേരത്തെ വരുന്നതൊന്നും യുന്തുവിന് അത്ര ഇഷ്ടമല്ല. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, പിന്നെ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ കൂട്ടാൻ വരുന്നത്, അച്ഛന്റെ ഓഫീസിലുള്ളവർ വരെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ കൊച്ചു കുട്ടിയാണെന്ന് വിചാരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് യുന്തു. ഇവരുടെ മുന്നിലായി തന്നെ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്ന മോയത്തിനെ കാണാം. ഈ സമയം പെട്ടെന്നൊരു വണ്ടി ബ്രേക്ക് ഇല്ലാതെ വന്ന് അവിടെയുള്ളൊരു പോസ്റ്റ് ചെന്നിടിക്കും. ഇത് കണ്ട മോയം ഓടിച്ചെന്ന് ഡ്രൈവറെ നോക്കുമ്പോൾ അയാൾക്ക് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചതാണെന്ന് ഇവർക്ക് മനസ്സിലാകും. ഇവൾ പെട്ടെന്ന് അവിടെ കൂടി നിന്ന ആളുകളിൽ ആരോടെങ്കിലും 119 വിളിക്കാൻ പറയും. ഇത് കേട്ട് ദാനു കോൾ ചെയ്യാന്ന് പറയുവാണ്. ദാനു യൊന്തു അവിടെ ഉള്ള കാര്യം ഇപ്പോഴാണ് ഇവള് കാണുന്നത്. മോയ ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ വേഗം കാറിന്റെ ചില്ലുടച്ച് ഇയാളെ പുറത്തേക്ക് എടുത്ത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മോയം ഇത്ര കൂളായിട്ട് ഇതെല്ലാം ചെയ്യുന്നത് കണ്ണിമ്മ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുവാണ് യൊന്തു. കുക്കിംഗ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് റിയു വീട്ടിലോട്ട് വരുമ്പോൾ ഇപ്പോഴും ഹേജൂൺ ഇവളെ കാത്ത് അവിടെ നിൽപ്പുണ്ട്. റിയു, എനിക്കറിയാം ഞാനാണ് എല്ലാം ഇല്ലാണ്ടാക്കിയത്, ഞാൻ ഒന്നുകൂടെ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നു എന്നൊക്കെ ഹേജൂൺ പറയുമ്പോൾ നിങ്ങൾ ചെയ്തതെല്ലാം നല്ല കാര്യം തന്നെയാ, ഞാൻ കുറച്ച് കൂടുതൽ സെൽഫിഷ് ആയിപ്പോയി, ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ, അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞവള് പോകുമ്പോൾ അവസാനമായിട്ട് ഒരുമിച്ച് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കുവൻ. ഇവിടെ അയാളെ ഹോസ്പിറ്റലിലാക്കി വരുന്ന മോയത്തിനെയും കാത്ത് ഹോസ്പിറ്റലിന് പുറത്ത് തന്നെ ദാനോ യൊന്തു ഉണ്ടായിരുന്നു. യൊന്തുവിന്റെ കയ്യിൽ നിനക്ക് തരാൻ എന്തോ ഉണ്ടെന്ന് ദാനോ പറയുമ്പോൾ അതെന്താന്ന് ചോദിക്കുന്ന മോയത്തിനെ താഴെ ഇരുത്തി നേരത്തെ ഇവക്കുണ്ടായ മുറിവില് ഓയിൻമെന്റ് വെച്ചു കൊടുക്കുവാണ് യൊന്തു. നിങ്ങൾക്കറിയോ, നിങ്ങൾ നേരത്തെ ഭയങ്കര കൂളായിരുന്നു, കയ്യിൽ നിന്ന് ചിലന്തി വലയൊന്നും വന്നില്ലെങ്കിലും നേരത്തെ കാണാൻ സ്പൈഡർമാനേക്കാൾ അടിപൊളിയായിരുന്നു എന്ന് ഇവള് പറയുമ്പോൾ യൊന്തു വീണ്ടും തന്നോട് സംസാരിച്ചതിന്റെ സന്തോഷത്തിലാണ് മോയ. ഇവരുടെ കൂടെ വരാൻ വേണ്ടി ദാനോ മോയത്തിനെ വിളിക്കും. അങ്ങനെ ഇവര് കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ നിന്നെ കാണുമ്പോഴാണ് വേറെ ഹീറോസിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്, നീ എത്ര നന്നായിട്ട് ഓരോന്ന് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ഇവളോട് ഇങ്ങനെ പറയുമ്പോൾ നിനക്കറിയോ, പക്ഷെ ഞാനൊരു ഹീറോയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു കൊച്ചിനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, റോഡിലൊക്കെ മൊത്തം ബ്ലോക്ക്, ആരും ഞങ്ങൾക്ക് വഴി മാറി തരുന്നില്ല. ഈ സമയം ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ട്രാഫിക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി തന്നു. അയാൾ ശരിക്കും ഒരു സൂപ്പർ ഹീറോയെ പോലെ ആയിരുന്നു. അയാളെ കണ്ടപ്പോൾ എനിക്ക് എന്റെ സങ്കല്പത്തിലെ ആളെ കണ്ട പോലെ തോന്നി. അയാൾ ആരാണെന്ന് അറിയില്ലെങ്കിലും ഞാൻ അയാളെ മഡ് ഫ്ലാറ്റ് മാൻ എന്ന് വിളിക്കുന്നത്, കാരണം അയാളുടെ ടീഷർട്ടിന്റെ പിറകിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ദാനു ആണെങ്കിൽ ഈ സീനൊക്കെ ഞാൻ എവിടെയോ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതും ഇവരെ വീഴാൻ പോകും. ഈ ഒരു സമയത്താണ് മോയം ഇവനിട്ടിരിക്കുന്ന ടീഷർട്ട് നോക്കുന്നത്. ഈ ടീഷർട്ട് ഇത് എവിടെന്നാ കിട്ടിയെന്ന് ഇവള് ചോദിക്കുമ്പോൾ അത് ഞാൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു, ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ ടീഷർട്ട് ആയിരുന്നു എന്ന് ഇവൻ പറയും. അതേകം അവളാണെങ്കിൽ അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെയാണ് എന്റെ ഹീറോ. ഏയ് അങ്ങനെ വരാൻ വഴിയില്ല, അതിൽ മൊത്തം വയസ്സായ ആൾക്കാരായിരുന്നു ഇവൻ പറയുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, അതിൽ ആരെങ്കിലും തന്നെ ആയിരിക്കും. എനിക്ക് ശരിക്കും അവനെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു, ഏതാണ്ട് നമ്മുടെ ഏജ് തന്നെയാന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഇവൾക്കിപ്പോ ബോധോദയം ഉണ്ടാകുന്നത്. അതായത് ആ സൂപ്പർ ഹീറോ ഇവന്റെ ഗ്രൂപ്പിലുള്ള ഒരാളല്ല, പകരം ഇവൻ തന്നെയാണെന്ന്. വീടെത്തിയതും ഇറങ്ങി ഓടുന്ന മോയത്തിനെ സ്റ്റോപ്പ് ചെയ്ത് ഇവൻ ഇന്ന് ഇവൾക്ക് വേണ്ടി വാങ്ങിയ മരുന്ന് എടുത്തു കൊടുക്കുമ്പോൾ അത് മൊത്തവും കൂടെ നിലത്തേക്ക് വീഴും. കാരണം ഒന്നോ രണ്ടോ നല്ല ഒരുപാട് ഓയിൻമെന്റ് ആണ് ഇവ വാങ്ങി കൂട്ടിയിരിക്കുന്നത്. ഇത് മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടി, ഇത് അണുക്കളൊന്നും കേറാതിരിക്കാൻ വേണ്ടി. അങ്ങനെ സെപ്പറേറ്റ് ഇവൾക്ക് ഓരോന്നും പറഞ്ഞ് ഇവൻ കൊടുത്തോണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇവരുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. അതും വാങ്ങി നേരെ വീടിനകത്ത് കയറി ഗേറ്റ് അടയ്ക്കും. ദാനു ആയിരുന്നു തന്റെ സങ്കല്പത്തിലെ രക്ഷകനെന്ന് ഇവൾക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ നായനാണെങ്കിൽ ജിമ്മില് എനിക്ക് മുന്നേ അറിയായിരുന്നു ഇതെല്ലാം സംഭവിക്കുമെന്ന്. റിയുവിന്റെ കാര്യത്തിൽ എനിക്ക് മുന്നേ പേടി ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു നിൽക്കുവാണ്. കാരണം സെങ്ങോയോട് ഇവൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ദേഷ്യത്തിൽ ഇവളിങ്ങനെ സ്പീഡ് കൂട്ടുന്നത് കാണുന്ന ദോങ്ജിനാണെങ്കിൽ അത് നീ ഒരു സാധാരണ മനുഷ്യനാ, സൂപ്പർ ഹീറോ ഒന്നും അല്ലാന്നും പറഞ്ഞ് ഇവൻ വന്ന് സ്പീഡ് കുറയ്ക്കും. അതെ, എനിക്ക് പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് പോയി തരാവൂന്നും ചോദിച്ച് ഇവള് വീണ്ടും കൂട്ടും, ഇവ വീണ്ടും കുറയ്ക്കും.
ഇവിടെ റിയോ ആണെങ്കിൽ വന്ന അമ്മയോട് ഇന്ന് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തൊന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്തേക്ക് പോകാൻ പറഞ്ഞത് അമ്മ ഹേജുവിന്റെ കൂടെ എനിക്ക് വേണ്ടി ഡേറ്റ് പ്ലാൻ ചെയ്തതല്ലേ, ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല എന്നും പറഞ്ഞ് ഇവള് പുറത്തേക്ക് നടക്കാനായിട്ട് ഇറങ്ങും. ഇവളിങ്ങനെ പോകുന്ന കാണുന്ന സെങ്ങോ ലേറ്റായി, നീ എങ്ങോട്ടീ പോകുന്നേ, നീ ന്യൂസ് ഒന്നും കാണാറില്ലേ, ഈ ലോകം വളരെ പേടിപ്പെടുത്തുന്നതാ എന്ന് പറയുമ്പോൾ ആരിവിടെ ന്യൂസ് വെച്ചതെന്ന് ചോദിച്ച് ഇവനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാണ് ഇവള്. എന്തെങ്കിലും ചെയ്യുന്നെന്നും പറഞ്ഞ് ഇവനും കയറിപ്പോവും. പക്ഷെ ഇവളിങ്ങനെ കൂളായിട്ട് നടക്കിയെങ്കിലും കുറെ കഴിയുമ്പോൾ തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ ഇവൾക്ക് തോന്നും. തിരിഞ്ഞു നോക്കാതെ ഇവൾ ഓടും. തന്റെ പിറകെ ആരോ ഓടി വരുന്നതായിട്ട് തോന്നി. ഇവള് തിരിഞ്ഞു നോക്കുമ്പോൾ അത് സെങ്ങുവാണ്. എടാ നാദി, നീ എന്നെ പേടിപ്പിച്ചളഞ്ഞല്ലോ, നീ എന്തിനിപ്പ എന്റെ പിന്നാലെ വന്നേന്ന് ഇവള് ചോദിക്കുമ്പോൾ നിനക്കതിനെ തിരിഞ്ഞു നോക്കി കൂടായിരുന്നോ, ആരോ ഒന്നും നോക്കാതെ ഓടാൻ പറഞ്ഞ്. എടാ അതിന് നിനക്കെന്നെ പേര് വിളിച്ചുകൂടായിരുന്നോ. അങ്ങനെ രണ്ടും കൂടെ കിടന്ന് തമ്മി തല്ലും. കുറച്ച് കഴിയുമ്പോൾ സെങ്ങു ആണെങ്കിൽ ഇതാണ് ശരിക്കും നമ്മുടെ പ്രശ്നം, നമ്മളൊരു കാര്യം ആലോചിക്കാതെ പരസ്പരം പഴി പറയും. യഥാർത്ഥത്തിൽ എന്താണ് ശരിക്കും പറയേണ്ടതെന്ന് പോലും നമ്മൾ പറയില്ല. ഇന്നലെ നീ എന്നോട് ഞാൻ പറഞ്ഞത് ശരിക്കുവാണോ എന്ന് ചോദിച്ചില്ലേ, എന്റെ മനസ്സെനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാ. പക്ഷെ ഇപ്പൊ ഇവൻ പറയാൻ തുനിയുമ്പോഴേക്കും ഇവളെ സ്റ്റോപ്പ് ചെയ്ത് എന്റെ മനസ്സിലിപ്പോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതുകൂടെ കയറ്റി വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഇപ്പൊ വേണ്ടാന്ന് പറയുമ്പോൾ ശരി, കാര്യങ്ങളൊക്കെ റെഡി ആവുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. സെങ്ങോ ഞാൻ എന്ന് പറഞ്ഞ് റിയു ഇപ്പൊ എന്തോ പറയാൻ വേണ്ടി തുനിയുന്നുണ്ട്. എന്നാൽ സെങ്ങോ അതിനെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നീയും പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറയും. ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്ന ഹേസുക്ക് ഫോണിൽ നോക്കുമ്പോൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും വിഷ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിൽ എഴുന്നേൽക്കുമ്പോൾ ചോയ് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ധൃതി പിടിച്ച് പോകുന്നതാണ് ഇവള് കാണുന്നത്. സെങ്ങോയുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവൻ നേരത്തെ ഓഫീസിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഇവള് ഓഫീസിലോട്ട് വന്ന് ഇവളുടെ കൊളീഗ് ആയിട്ടുണ്ടായിരുന്ന വൈസ് മിനിസ്റ്ററെ കാണാൻ വേണ്ടി നോക്കുമ്പോൾ പുള്ളിക്കാരൻ എന്തോ ആവശ്യത്തിന് നേരത്തെ പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രി എന്താ പരിപാടി എന്നും ചോദിച്ച് നമ്മുടെ 4 ഗേൾസിന്റെയും ലെവൻഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചിടും. ഇവിടെ ദാനോ ആണെങ്കിൽ കാര്യമായിട്ട് എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ ലേഡി വന്ന് കാര്യം ചോദിക്കുമ്പോൾ ഈ പാരാമെഡിക് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ നിരന്തരമായിട്ട് ഒരുപാട് ചൂഷണത്തിൽ ഏർപ്പെടാറുണ്ട്, അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരുപാട് അപകടത്തിൽ ഏർപ്പെടാറുണ്ട്, പക്ഷെ അതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നും പറഞ്ഞ് ഇവനിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പാരാമെഡിക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതെന്താ പെട്ടെന്ന് ഫയർ ഫൈറ്റേഴ്സിനെ കുറിച്ച് നിനക്ക് ഇൻട്രസ്റ്റ് തോന്നാൻ കാരണം? പുതിയ വല്ല ആർട്ടിക്കിളും എഴുതാനാണോ? അങ്ങനെയാണെങ്കിൽ അടിപൊളിയാ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഈ സമയമാണ് ദാനുക്ക് വേറെ എന്തോ ഒരു ഐഡിയ എത്തുന്നത്. കെട്ടാകുമ്പോൾ സെങ്ങോയും ദേഹിയും വർക്കിന്റെ കാര്യത്തിലേക്ക് ഒരുമിച്ചാണല്ലോ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വരുമ്പോൾ ആ ഹോട്ടലിലാണെങ്കിൽ ഹേജോണ് വയ്യൊരുപ്പുണ്ടായിരിക്കും. ഇന്നലെ രാത്രി നിനക്കിപ്പോഴും അവനോട് എന്തെങ്കിലും ഫീലിംഗ്സ് ഉണ്ടോ എന്നൊക്കെ ഇവൻ ചോദിച്ചപ്പോൾ ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗ്സും ഇപ്പൊ തനിക്ക് അവനോടില്ല എന്നായിരുന്നു റിയു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടും ഇവരെ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് കാണുമ്പോൾ സെങ്ങോ ഭയങ്കര അപ്സെറ്റ് ആവും. റിയുവിനെ കാണുന്ന ദേഹിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാന്ന് പറയുമ്പോൾ അവളെ വിളിച്ച് സെങ്ങോ വേറെ മാറിയിരിക്കും. റിയു കുക്കിംഗ് ക്ലാസ്സിൽ നിന്ന് നേരിട്ട് വന്നതുകൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കിയ ഫുഡും അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ അതെടുത്ത് കുറച്ച് കഴിച്ചു നോക്കിക്കോട്ടെ എന്ന് ഹേജൂൺ ചോദിക്കുമ്പോൾ ഈ ഹോട്ടലിൽ അങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലെന്നൊരു ഓർഡർ ഉണ്ട്. പക്ഷേ ഹേജൂൺ ആണെങ്കിൽ അവിടെയുള്ള ഒരു സ്റ്റാഫിനെ വിളിച്ച് ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഉണ്ടാക്കിയതാണ്, ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റാഫ് സമ്മതിക്കും. ഇതെല്ലാം പിറകിലിരുന്ന് സെങ്ങോ കേൾക്കുന്നുണ്ട്. അവൻ ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. ഫ്രെസ്കോ നെക്സ്റ്റ് വീക്ക് നമ്മളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഫ്രീ ആയിരിക്കുമെന്ന് തേഹി സെങ്ങോയോട് ചോദിക്കുമ്പോൾ ഫ്രീ അല്ലെങ്കിൽ ഞാൻ സമയം ഉണ്ടാക്കിക്കോളാന്ന് ഇവൻ പറയുമ്പോൾ ഇത് കേട്ട് റിയോനും അത്ര പിടിക്കില്ല. ഇപ്പൊ വാഷ്റൂമിലോട്ട് പോകുന്ന ഇവര് രണ്ടുപേരും നേരെ പോയി മുന്നിച്ചാളും. അല്ല നീയല്ല അവനെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇപ്പൊ ഇതെന്താന്ന് സെങ്ങോ തിരക്കുമ്പോൾ അല്ലപ്പോ നീയോ, നീ ഭയങ്കര സംസാരമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. നീ തേഹിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്, നിനക്കറിയാലോ ഞങ്ങളൊരു പ്രൊജക്ട് ഒരുമിച്ച് ചെയ്യുവാണെന്ന്. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന തേഹി ഇവൾക്ക് ഒരു കുപ്പി വൈൻ കൊടുത്ത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറയുമ്പോൾ അത് ഞാൻ കഴിക്കില്ല എന്ന് പറയണ ദൈവം. എന്നാ നീ നിന്റെ ബോയ് ഫ്രണ്ടിന് കൊടുത്തോളം പറയുമ്പോൾ അതിന്റെ ബോയ് ഫ്രണ്ട് അല്ലാന്നും ഇവള് പറയും. എന്തോ ഇവർക്കിടയിൽ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് മുന്നേ ദേഹിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ ഇതൊരു ലവ് സ്ക്വയർ ആണ്. എന്തായാലും റിയുവിനോട് സംസാരിച്ച ആൾക്ക് റിയുവിനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ തേഹി ഇങ്ങനെ പറയുമ്പോൾ നേരത്തെ ഞാൻ കാരണം നിനക്ക് നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയില്ല. സോദി എന്ന് പറയുന്ന സെങ്ങോയോട് എങ്ങനെ ഭക്ഷണം കഴിക്കാനാ, എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്ക് പിറകിലായിരുന്നു കണ്ണ്. പോകുന്ന വഴി ഹേജുൺ ആണെങ്കിൽ വീണ്ടും ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് അത് കഴിക്കാം ഇത് കഴിക്കാന്നൊക്കെ ഇവൻ പറയുന്നത് കേട്ട് ഇത് അവസാനത്തെ പ്രാവശ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഇനി അങ്ങനെ ഒരു ഡേ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ലെന്ന് ഇവനോട് പറയും. ഇവിടെ ഹേസുക്ക് ആണെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രൂപ്പിലാണെങ്കിൽ മെസ്സേജസിന്റെ ബഹളം. അങ്ങനെ വഴിക്ക് വാ, അവസാനം ഇന്നത്തെ ഡേ എന്താന്ന് കണ്ടെത്തിയല്ലേ എന്നും പറഞ്ഞ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇവരെ വേറെ എന്തൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജേസുക്ക് ആണെങ്കിൽ ഞാനിപ്പോ ഓഫീസിലില്ല, പക്ഷെ എനിക്കൊരു പാഴ്സൽ വരാനുണ്ടായിരുന്നു, അത് കേടായി പോകും, ആരെങ്കിലും അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമെന്ന് ചോദിക്കുമ്പോൾ മീസൂക്കും ഇൻസൂക്കും ഞങ്ങൾ ബിസിയാണെന്ന് പറയുകയാണ്. ഓ കിടന്ന് ബഹളം വെക്കണ്ട, ഞാൻ തന്നെ വെച്ചോളാന്ന് ഹേസൂക്ക് സമ്മതിക്കും. അങ്ങനെ ഇവള് ഷോപ്പും തുറന്ന് ആ പാഴ്സൽ എടുത്ത് അകത്തേക്ക് വെക്കുമ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു പ്ലാൻ ആയിരുന്നു, ഇവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ. ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ ഇവർക്ക് മുന്നേ അറിയായിരുന്നു. അവർ കേക്ക് എല്ലാം കൊണ്ട് ഇവളുടെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ ഹേസൂക്ക് ആണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പോവാണ്. എന്ന് തന്റെ ബർത്ത്ഡേയുടെ കാര്യം ആരും അറിഞ്ഞില്ല എന്നൊക്കെ വിചാരിച്ച് ആകെ അപ്സെറ്റ് ആയിരുന്നു ഇവള്. ഇതേ സമയം തന്നെ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നും പറഞ്ഞ് സെങ്ങോടെയും ഒരു മെസ്സേജ് ഇവളുടെ ഫോണിലോട്ട് വരുന്നുണ്ട്. അതുകൂടെ കാണുമ്പോൾ ഹേസൂക്ക് ഡബിൾ ഹാപ്പി.
നിന്റെ ഹസ്ബൻഡ് നിനക്ക് വേണ്ടി വല്ല പാർട്ടിയും വെച്ചിട്ടുണ്ടോ എന്ന് ഇവർ ചോദിക്കുമ്പോൾ അല്ല, പുള്ളിക്കാരൻ കുറച്ച് ബിസി ആണെന്ന് പറയണവള്. പക്ഷെ ചോയ് ആണെങ്കിലും ഹോസ്പിറ്റൽ വർക്ക് എല്ലാം പെട്ടെന്ന് തീർത്ത് ഇവളുടെ ഫേവറേറ്റ് പൂക്കൾ വാങ്ങാൻ വേണ്ടി കടകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കടയിലും ഇവൻ ചോദിക്കുന്ന പൂ സ്റ്റോക്കില്ല. ഇവിടെ സെങ്കോ ഉള്ളത് അവന്റെ സ്കൂളിലെ പൂൾ സൈഡിലാണ്. ഈ സ്കൂളിൽ നടത്തിയ ഒരു ഡിസൈൻ കോമ്പറ്റീഷനിൽ സെങ്കോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവന് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ്. ഇവനിപ്പോൾ ഇവിടെ കണ്ട് ടീച്ചർ വന്ന് ജയിച്ചതിലുള്ള തന്റെ ആശംസ ഇവൻ അറിയിക്കുന്നുണ്ട്. നീ റിയുവിനോട് ഇക്കാര്യം പറഞ്ഞോ? ഇല്ലാന്ന് ഇവൻ പറയുന്നതായിട്ട് എന്നെ വേഗം പോയി അവളോട് പറ. പാവ എന്നും ഈ റിസൾട്ട് അറിയാൻ വേണ്ടി എന്നെ വിളിക്കുമായിരുന്നു. എന്നും മറക്കാതെ റിസൾട്ട് വന്നോ എന്ന് വിളിച്ച് ചോദിക്കുമായിരുന്നു. അവളോട് പറയാൻ മറക്കല്ലേ എന്നും പറഞ്ഞ് മിസ് പോകുമ്പോൾ അപ്പോൾ താല്പര്യമില്ലാത്ത പോലെയൊക്കെ അഭിനയിക്കുമായിരുന്നെങ്കിലും തന്റെ കാര്യത്തിൽ റിയോന് ഭയങ്കര ശ്രദ്ധയായിരുന്നെന്ന് സെങ്കോയ്ക്ക് മനസ്സിലാക്കും. ഇപ്പോഴേ നീ ലേറ്റ് ആയെന്നൊക്കെ മോയം പറഞ്ഞ കാര്യവും ഇവൻ ഓർമ്മ വരും. അതെ, ഇനിയും താൻ ലേറ്റ് ആവാൻ പാടില്ല. എല്ലാ സമയവും പോലെ ടൈമിങ് നോക്കിയിരിക്കാൻ പാടില്ല. അവൻ നേരെ റിയുവിനെ വിളിച്ച് അവൾ എവിടെയാണെന്ന് തിരക്കും. അവളിപ്പോൾ അച്ഛന്റെ ഷോപ്പിൽ കുക്കിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് കേട്ടതും അവൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലും. ഇതേ സമയം ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ഹേസുകിന് ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ കിട്ടി. അതും കൊണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടി വരുന്ന ചോയ് കാണുന്നത് ഹേസുകിന്റെ ഓഫീസിലെ വൈസ് മിനിസ്റ്ററായിട്ട് ഇവള് ഭയങ്കര ക്ലോസ് ആയിട്ട് പെരുമാറുന്നതും അടുത്ത് ഇടപെടുക്കുന്നതെല്ലാം കണ്ട് ചോയ്ക്ക് അത് ഭയങ്കര ഹേർട്ടാവും. ഇതേ സമയം സെങ്ങു ആണെങ്കിൽ തന്റെ മനസ്സിലുള്ളത് റിയുവിനോട് തുറന്നു പറയാനായിട്ട് ഓടി അവളുടെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. പിറകിലോട്ട് നോക്കുമ്പോൾ എന്റെ ഫീലിംഗ്സിനെ കുറിച്ച് അവളോട് തുറന്നു പറയാനായിട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ അവസരങ്ങളൊന്നും എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവൾ USA പോയി. സെങ്ങോ നേരെ ഓടി ഷോപ്പിലോട്ട് വന്ന് എനിക്കിനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നോട് ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞതാണ്, പക്ഷെ അതെനിക്ക് പറ്റുന്നു തോന്നില്ല. എന്റെ മനസ്സിലെ പേടി കാരണം ഞാൻ ഒരുപാട് നാളിത് പറയാതെ മറച്ചു വെച്ചു. പക്ഷേ ഇപ്രാവശ്യം ഞാനത് പറയും. എന്റെ മനസ്സിനെ എന്നെ കൂടെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ്. അങ്ങനെ സെങ്ങോ തന്റെ ഫീലിങ്സ് തുറന്നു പറയുന്ന ഈ ഒരു സീനോട് കൂടി ഇന്നത്തെ എപ്പിസോഡും തീരുന്നു. എന്തായിരിക്കും ഇതിനോടുള്ള റിയുവിന്റെ റിയാക്ഷൻ? അടുത്ത എപ്പിസോഡിൽ കാണാം.